അമേരിക്കൻ ഇസ്രയേൽ സഖ്യം ഇറാനിൽ നടത്തിയ യുദ്ധം 2 മാസം പിന്നിടുമ്പോൾ എന്തൊക്കെയാണ് അമേരിക്കൻ ഭാഗത്തും ഇസ്രയേൽ ഭാഗത്തും ഇറാനിന്റെ ഭാഗത്തും അറബ് രാഷ്ട്രങ്ങൾക്കിടയിലും ആഗോളതലത്തിലും ഈ യുദ്ധം കാരണം ഉണ്ടായ നഷ്ടങ്ങൾ, എങ്ങനെയൊക്കെയാണ് ലോകത്തിന്റെ അതിജീവനം, എങ്ങനെയായിരിക്കും നമ്മൾ ഓരോരുത്തരെയും ഇത് ബാധിക്കുന്നത്, എവിടെയെല്ലാം ആക്രമണങ്ങൾ നടന്നു, എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു, ആ തരത്തിലുള്ള വലിയ ഒരു ചർച്ചയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴിതാ 2 മാസം 60 ദിവസം മിനാബ് സ്കൂളിൽ നിന്ന് തുടങ്ങിയ ആക്രമണത്തോടെ 2 മാസം പിന്നിടുകയാണ്. സമാധാന ചർച്ചകൾ ഈ അവസ്ഥയിൽ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ലോകം വലിയൊരു സാമ്പത്തിക തകർച്ചയുടെ വക്കിൽ ആശങ്കയോടെ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഏപ്രിൽ 30-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ യുദ്ധം ആരംഭിച്ചിട്ടാണ് 60 ദിവസം പൂർത്തിയാക്കുന്നത്. സംഘർഷത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ വലിയ ക്രൂരതകളാണ് അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. മിനാബിലെ ഒരു പ്രൈമറി സ്കൂളിൽ അമേരിക്ക നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 160-ലധികം വിദ്യാർത്ഥിനികൾ കൊല്ലപ്പെട്ട് ആ വാർത്ത കൊണ്ടാണ് യുദ്ധം ആരംഭിക്കുന്നത്. ഡസൻ കണക്കിന് ഇറാനിയൻ രാഷ്ട്രീയ മത നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും മിസൈൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു. വാഷിംഗ്ടണിലും വെസ്റ്റ് ജെറുസലേമിലും പെട്ടെന്നുള്ളതും നിർണായകവുമായ ഒരു വിജയം കൈവരിക്കാൻ ആകുമെന്ന് അവർ തോന്നിപ്പിച്ചിരുന്നു. എന്നാൽ കാര്യങ്ങൾ അവർ പദ്ധതിയിട്ട പോലെ ഒന്നുമല്ല നടന്നത്. അമേരിക്കൻ താവളങ്ങൾക്കും ഗൾഫ് ഊർജ കേന്ദ്രങ്ങൾക്കും നേരെ ഇറാൻ അതിശക്തമായിട്ട് തിരിച്ചടിച്ചു. ഹോർമസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചു. ഇപ്പോഴും ഭരണം നിലനിർത്തുന്നത് ഇറാനിന്റെ തന്നെ നേരത്തെ ഏത് സർക്കാരായിരുന്നോ ആ സർക്കാർ തന്നെയാണ്. തങ്ങളുടെ ആണവ പദ്ധതിയെ ബാധിക്കുന്ന ഒരു സമാധാന ചർച്ചക്കും ഒരു കരാറിനും തങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുന്ന സാഹചര്യം. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതി അങ്ങ് കുത്തനെ അമേരിക്കയിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ റിപ്പോർട്ടുകളും സർവേ ഫലങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അമേരിക്കയിൽ ഇടക്കാല ഹിതപരിശോധന നടക്കാൻ പോകുന്ന സാഹചര്യമാണ്. അവിടേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ട്രംപിന്റെ കാര്യം കൂടുതൽ പരുങ്ങലിലായി കൊണ്ടിരിക്കുന്നു എന്നതും നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കൂടാതെ സ്വന്തം രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുപെടുന്ന നാറ്റോ സഖ്യകക്ഷികൾ അവരും ട്രംപിനെ കൈവിടുന്ന അല്ലെങ്കിൽ സഹായത്തിന് എത്താത്ത ഒരു സാഹചര്യം. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രയേൽ ലെബനനിൽ അതിക്രൂരമായ അധിനിവേശം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നഗരപ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ മിനിറ്റുകൾക്കകം 100 കണക്കിന് ആളുകളെ കൊലപ്പെടുത്തുകയും രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലേക്ക് ഇസ്രയേൽ സൈന്യം ഇരച്ചു കയറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചും പ്രതിദിനം ഡസൻ കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുന്നത്. ഇത് മറ്റൊരു ആക്രമ പരമ്പരക്ക് കൂടി തുടക്കം കുറിക്കുന്ന ഒന്നായി മാറി. അതേസമയം തന്നെ അമേരിക്കൻ കോൺഗ്രസിൽ ഒരു പ്രസിഡന്റ് ട്രംപിന് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം യുദ്ധം ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നാൽ അമേരിക്കൻ കോൺഗ്രസിൽ അത് അദ്ദേഹം അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ യുദ്ധമാണോ, യുദ്ധത്തിൽ വിജയമാണോ, പരാജയമാണോ, റെജിം ചേഞ്ച് ആണോ എന്നത് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് നൽകുവാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. 2 മാസം പിന്നിടുന്നു. ഇനി ഈ യുദ്ധത്തിന്റെ ഫണ്ട് അനുവദിക്കണമെങ്കിൽ പോലും ആ കോൺഗ്രസ് തീരുമാനിക്കണം. ലാഭമാണോ നഷ്ടമാണോ എന്ന് തീരുമാനിച്ചിട്ടായിരിക്കും ആ യുദ്ധത്തിനുള്ള തുടർന്നങ്ങോട്ടുള്ള അനുമതികൾ നൽകുക. നമുക്കറിയാവുന്നതുപോലെ അമേരിക്കയുടെ ട്രംപിനും ഇസ്രയേലിന്റെ നെതന്യാഹുവിനും മാത്രമാണ് ഈ യുദ്ധത്തിൽ പ്രത്യേക താല്പര്യമുള്ളത്. ട്രംപ് ക്യാബിനറ്റിൽ തന്നെയുള്ള മറ്റ് പല, പ്രത്യേകിച്ച് മാർക്കോ റൂബിയോ പോലെയുള്ള ആളുകൾ, വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പോലെയുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ശക്തരായ ഡെമോക്രാറ്റുകളുടെ വലിയ ഒരു നില, അമേരിക്കൻ കോൺഗ്രസിൽ തന്നെ പല ആളുകളും, അതുപോലെ തന്നെ പല സെനറ്റർമാർ ഉൾപ്പെടെയുള്ള ആളുകളും ഈ യുദ്ധത്തെ അതിശക്തമായിട്ട് എതിർക്കുകയും അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു യുദ്ധമാണ് ഈ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിലയിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒരു ചർച്ചയുടെ വാതിലിലൂടെ ഒന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ ട്രംപും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഇറാൻ ഈ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും, അഥവാ തങ്ങളുടെ ഈ ഇറാൻ ആക്രമിക്കുന്നതിന്റെ കാരണമായി പറഞ്ഞത് ആണവ കരാറിൽ ഏർപ്പെടണം എന്നത് സംബന്ധിച്ചും ആണവ വിപുലീകരണം സംബന്ധിച്ചുമുള്ളതാണ്. എന്നാൽ ഇറാൻ ആ വിഷയം പ്രധാന ചർച്ചയിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഹോർമുസ്
തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഇനി അമേരിക്ക ഡിമാൻഡ് വെക്കുകയാണെങ്കിൽ, ഇനി ഏത് തർക്കമാണെങ്കിലും കുറേ അധികം ഡിമാൻഡുകൾ ഒരു വിഭാഗം ഉന്നയിക്കുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് പതിവ്. ആ അർത്ഥത്തിൽ ഇനി അമേരിക്ക ഇറാനുമായി ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്കുള്ള ഡീലിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഹോർമസ് തുറന്നുകൊണ്ടുള്ളൊരു ഡീലിലേക്ക് മാത്രമായിരിക്കും പോവുക. ഹോർമസ് നമുക്കറിയാം യുദ്ധത്തിന് മുൻപ് അടയ്ക്കപ്പെട്ട ഒന്നല്ല, ഹോർമസ് യുദ്ധം കാരണം അടക്കപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയുടെ നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇറാൻ മുന്നോട്ട് വെക്കുന്ന കാര്യം ആണവ കരാർ അവിടെ നിൽക്കട്ടെ, ഇത് ഇനിയിപ്പോൾ ലോകത്തിന്റെ പ്രധാന പ്രശ്നം ഹോർമസ് ആണ്, ആ ഹോർമസ് ഞങ്ങൾ തുറന്നു തരാം, നിങ്ങൾ യുദ്ധം അവസാനിച്ച് തിരികെ പോവുക എന്നായിരിക്കും ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ്. ആ അർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തിരിച്ചടി ഈ അടുത്ത ചർച്ചാ ടേബിളിലും സംഭവിച്ചേക്കും എന്ന വിലയിരുത്തലും ലോകത്തിനുണ്ട്. ട്രംപും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും ഇറാൻ ആക്രമിക്കുവാനുള്ള അവരുടെ ലക്ഷ്യങ്ങളും കാരണങ്ങളും വിശദീകരിക്കാൻ തുടക്കം മുതലേ തന്നെ പാടുപെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാനിയൻ ഭരണകൂടത്തിൽ നിന്ന് ഉടനടിയുള്ള ഭീഷണികൾ അമേരിക്ക നേരിടുന്നു എന്ന് ട്രംപ് ആദ്യം പൊതുസമൂഹത്തോട് പറഞ്ഞിരുന്നു. പിന്നീട് ആണവായുധം വികസിപ്പിച്ചെടുക്കാൻ 2 ആഴ്ച മാത്രമാണ് അവർക്ക് സമയമുള്ളത്, അതിനകം നമ്മൾ ആക്രമിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആക്രമിക്കുന്നത്. 6 മാസം മുമ്പ് ഇറാനിലെ 2 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ക്ലസ്റ്റർ ബോംബുകൾ ആക്രമണങ്ങൾ നടത്തുകയും ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് ട്രംപ് അന്ന് അവകാശപ്പെടുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്ന് അമേരിക്കക്ക് അറിയാമായിരുന്നു എന്നാണ് അന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അവർ ആക്രമണം നടത്തുന്നതിന് മുൻപ് നമ്മൾ മുൻകൂർ ആക്രമണം നടത്തിയില്ലെങ്കിൽ നമുക്ക് വലിയ ആളപായം നേരിടേണ്ടി വരും എന്നുമൊക്കെ വിശ്വസിച്ചാണ് അമേരിക്ക ഇസ്രായേലിനൊപ്പം ആക്രമണത്തിൽ പങ്കുചേർന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ വരുന്നത്. അമേരിക്കയുടെ കഴിഞ്ഞുപോയ 3 പ്രസിഡന്റുമാരുടെ അടുത്തും ബെഞ്ചമിൻ നെതന്യാഹു ചെല്ലുന്നു, യുദ്ധം അനിവാര്യമാണ്, യുദ്ധം നടത്തണം എന്ന് പറയുന്നു. എന്നാൽ പല പ്രസിഡന്റുമാരും അഥവാ ജോർജ് W. ബുഷ്, ബരാക് ഒബാമ, ബൈഡൻ അടക്കമുള്ള ആളുകൾ ഇത് നെതന്യാഹുവിന്റെ കുതന്ത്രമാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറിപ്പോകുന്നു. എന്നാൽ ട്രംപ് ആളൊരു സ്വയം പൊങ്ങിയാണ്. ആരെങ്കിലും വാഴ്ത്തുകയോ പുകഴ്ത്തുകയോ ഒക്കെ ചെയ്താൽ അവരോട് കൂടുതൽ അടുക്കും, അറ്റാച്ച്ഡ് ആകും. നമുക്കറിയാം ഒരു ഇസ്രായേൽ അമേരിക്കൻ ചർച്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനത്തിന് നിർദ്ദേശിക്കുന്ന ഒരു കത്ത് ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു കൈമാറുന്നുണ്ട്. ആ സമയം എന്ന് പറയുന്നത് ഇത്തവണത്തെ നൊബേൽ പ്രൈസ്, കാരണം ഞാൻ ഇത്ര രാജ്യങ്ങൾ 15 യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് സമാധാനത്തിന്റെ നൊബേൽ തരണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ട്രംപിന്റെ വീക്ക് പോയിന്റിൽ നെതന്യാഹു കയറി പിടിക്കുന്നത്. അങ്ങനെ ട്രംപിനെ സുഖിപ്പിച്ചിട്ടാണ് ഈ യുദ്ധം ഇസ്രയേൽ നേടിയെടുക്കുന്നത്. ഫെബ്രുവരി 28 ട്രംപ് വ്യക്തമാക്കി അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങളിൽ ഒന്നും തന്നെ മാറ്റമുണ്ടായിരുന്നില്ല. ഇറാന്റെ മിസൈലുകളും ഉൽപാദനവും നശിപ്പിക്കുക, നാവികസേനയെ ഇല്ലാതെയാക്കുക, ഭീകരവാദ പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ വിച്ഛേദിക്കുക, അവർ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കുകയില്ല എന്ന് ഉറപ്പാക്കുക, ഇറാനിലെ ആദ്യ ആക്രമണങ്ങൾക്ക് മുൻപ് കാംനേയ്ക്ക് പകരം ഉടനടി ഒരു പിൻഗാമി വരുമെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ തീവ്ര നിലപാടുകാർ ടെഹ്റാനിൽ തങ്ങളുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുമെന്നും ഒക്കെ CIA പ്രവചിച്ചിരുന്നതായി പിന്നീട് റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ പ്രവചനം ശരിയാണ് എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അഥവാ തീവ്ര നിലപാട് ഉള്ള മുജ്തബ കാംനയെ പോലെയുള്ള യുവ നേതൃനിരയിലേക്ക് വരുന്നു. IRGC കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന തരത്തിലേക്ക് വരുന്നു. ഇറാന്റെ നാവികസേന പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാന്റെ മിസൈൽ ശേഖരം പ്രവർത്തനരഹിതമാണ്. വരും വർഷങ്ങളിൽ പോരാടാൻ കഴിയാത്ത അവസ്ഥയിലാണ് അതുണ്ടാവുക. അമേരിക്കയുടെ യുദ്ധകാര്യ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എന്നാൽ
ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മിസൈൽ ലോഞ്ചറുകളിൽ പകുതിയോളവും ആയിരക്കണക്കിന് വൺ വേ അറ്റാക്ക് ഡ്രോണുകളും ഇപ്പോഴും പ്രവർത്തന സജ്ജമായിട്ട് നിൽക്കുകയാണെന്നും നാവികസേനയുടെ ഏകദേശം 60% പ്രധാനമായും ഫാസ്റ്റ് അറ്റാക്ക് സ്പീഡ് ബോട്ടുകൾ കേടുകൂടാതെ ഇരിപ്പുണ്ട് എന്നുമാണ് അമേരിക്കൻ ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ വലിയ യുദ്ധവിമാനങ്ങളൊക്കെ ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ നിന്ന് മാറ്റി ഒമാൻ കടലിടുക്കിലേക്കും ഏദൻ കടലിടുക്കിലേക്കും ഒക്കെ അമേരിക്ക മാറ്റി നിർത്തിയിട്ടുള്ളത്. ലെബനനിലെ ഹിസ്ബുള്ളക്കുള്ള ഇറാന്റെ പിന്തുണ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലാതെയായിട്ടില്ല. അതിനിടെ ടെഹ്റാന്റെ ആണവ ആയുധ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ അവസ്ഥയിൽ ഒരു മാറ്റവുമില്ല. 2003 മുതൽ ഇത് നിർത്തിവെച്ചിരിക്കുകയാണെന്ന് ഇറാനും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഒക്കെ വിലയിരുത്തുന്നുണ്ട്. ഇതൊക്കെയാണ് നിലവിലുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇനി ഇറാൻ ഇതിനെ എങ്ങനെ പ്രതിരോധിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരാളുടെ പേരാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്തു പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പരാജയങ്ങൾ പഠിക്കാൻ 2 പതിറ്റാണ്ട് സമയം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വിലപ്പെട്ടത് മൊസൈക് ഡിഫൻസ് എന്ന ആശയമാണ്. അവിടെ ഇറാനിൽ നിന്നുള്ള അനുമതിയില്ലാതെ തന്നെ ആക്രമണം നടത്താൻ ഇറാന്റെ പ്രാദേശിക സൈനിക കമാൻഡർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനിയൻ തലസ്ഥാനത്ത് ഡസൻ കണക്കിന് മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടും ഇസ്രായേൽ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം നടത്താൻ IRGCക്ക് സഹായകമായത് ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ കൊണ്ടാണ് എന്നാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇസ്രായേലിനും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്കും താല്പര്യങ്ങൾക്കും നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചാണ് ഇറാൻ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങളോട് പ്രതികരിച്ചത്. ഇസ്രായേലിന്റെ സൈനിക സെൻസർഷിപ്പ് ഇസ്രായേലിനകത്ത് എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എത്ര സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എത്ര സിവിലിയന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതൊക്കെ നമുക്ക് ലഭ്യമാക്കുന്നതിൽ വളരെ വലിയ പരിമിതികളുണ്ട്. എന്നാൽ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും ചില മാധ്യമ റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ ദൃശ്യങ്ങളും ചില ലീക്ക്ഡ് വീഡിയോകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താവളങ്ങളിൽ വലിയ ആക്രമണങ്ങളും ആളപായങ്ങളും സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും അതിൽ വലിയ തകർച്ച നേരിട്ടിട്ടുള്ളത് അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളാണ്. അതിൽ ബഹ്റൈനിലുള്ള നേവൽ 5th ഫ്ലീറ്റിന് സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എർബിൽ അന്താരാഷ്ട്ര വിമാനത്തിൽ ഇറാഖിലാണത്. അതുപോലെ തന്നെ അൽ അസദ് എയർബേസ് അതും ഇറാഖിലാണ്. വിക്ടറി ബേസ് കോംപ്ലക്സ് ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് തട്ടെടുത്ത് നിൽക്കുന്നതാണ്. മറ്റൊന്ന് ജോർദാനിലുള്ള മുവാഖഫ് സാൾട്ടി എയർബേസ് ആണ്. മറ്റൊന്ന് കുവൈറ്റിലുള്ള അലി അൽ സലേം എയർബേസ് ആണ്. മറ്റൊന്ന് കുവൈറ്റിൽ തന്നെയുള്ള ക്യാമ്പ് ബ്യൂറിംഗ്, അതോടൊപ്പം മറ്റൊന്ന് ക്യാമ്പ് ആരിഫ് ജാൻ, അതും കുവൈറ്റിൽ തന്നെയാണ്. മുഹമ്മദ് അൽ അഹമ്മദ് നാവിക ബേസ്, അതും കുവൈറ്റിൽ തന്നെ. ഈ അവിടങ്ങളിലൊക്കെ ആക്രമിക്കപ്പെട്ടു. ഇനി ഖത്തറിലേക്ക് വരികയാണെങ്കിൽ അൽ ഉദൈദ് അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് ആണ്. അതോടൊപ്പം തന്നെ UAE-യിലുള്ള അൽ ദഫ്ര എയർബേസ്, UAE-യിൽ തന്നെയുള്ള ജബൽ അലി പോർട്ട്, സൗദി അറേബ്യയിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസ്, ഈ താവളങ്ങളെല്ലാം മേഖലയിലെ അമേരിക്കയുടെ താൽക്കാലികവും സ്ഥിരവും ഒക്കെ ആയിട്ടുള്ള സൈനിക താവളങ്ങളുടെ പകുതിയിലധികം വരുന്നുണ്ട്. ഇവയിലെല്ലാം കൂട്ടി ഇപ്പോൾ 40,000 മുതൽ 50,000 വരെ അമേരിക്കൻ സൈനികരെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇവിടങ്ങളിലാണ് ഇറാന്റെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ഇറാന്റെ ഒരു ആക്രമണം എന്നതിനപ്പുറത്തേക്ക് ആക്രമണം ഏൽക്കേണ്ടി വന്ന ഈ ഒരു സൈറ്റുകൾ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇറാന്റെ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ കൃത്യതയോടെയായിരുന്നു. യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ റഡാർ സംവിധാനങ്ങൾക്കായി ആദ്യം അവർ വലിയ പരിഗണന കൊടുത്തു. ആദ്യം റഡാറുകൾ തകർക്കുക എന്നതായിരുന്നു. അൽ ഉദൈദ് എയർബേസിലെ ലോകത്തെ 6 റഡാറുകളിലൊന്നായ ANFPS 132 ഏർലി വാർണിംഗ് റഡാർ സംവിധാനവും ബഹ്റൈനിലെ നേവൽ ബേസിലെ ANTPS 59 റഡാർ ഡോമും ആക്രമിക്കപ്പെട്ട ഉപകരണങ്ങളിൽ പെടുന്നുണ്ട്. അമേരിക്കൻ സൈന്യത്തിന് ആതിഥ്യമരുളുന്ന ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങളിലും ഇറാൻ ആക്രമണം നടത്തി. സൗദി അറേബ്യയുടെ റാസ് തനൂറ എണ്ണ ശുചീകരണശാലയിലും
ഖത്തറിലെ റാസ് ലഫാൻ LNG ഹബ്ബും മാർച്ച് 2-ന് ഡ്രോൺ ആക്രമണത്തിന് വിധേയമായി. റാസ് ലഫാനിലെ ഉൽപാദനം പിന്നീട് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. ഇത് ലോകത്തെ LNG വിതരണത്തിന്റെ 1/5 തന്നെ ഇല്ലാതെയാക്കുന്ന ഒന്നായി. മാർച്ച് 18-ന് പാസ് വാതകപ്പാടത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ ഊർജ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചു. ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ ഡസൻ കണക്കിന് റിഫൈനറികൾ, പൈപ്പ് ലൈനുകൾ, എക്സ്ട്രാക്ഷൻ സൈറ്റുകൾ എന്നിവയിൽ അവർ ആക്രമണം നടത്തി. ഇറാന്റെ സഖ്യസേന ഇറാഖിലെ എണ്ണപ്പാടങ്ങളിലും റിഫൈനറികളിലും ആക്രമണം നടത്തി. ഇത്തരത്തിൽ വലിയ ആക്രമണങ്ങൾ ഇറാൻ നടത്തി. അതേസമയം തന്നെ ഇറാനിലും അമേരിക്ക വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ താവളങ്ങൾക്കെല്ലാം പുറമെ അമേരിക്കയുടെ നേരിട്ടുള്ള ഉപകരണങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് വലിയ തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്തു നിന്ന് അമേരിക്ക കേൾക്കേണ്ടി വന്നു. അതിനോടൊപ്പം ദുരൂഹത എന്നും നിലനിൽക്കുന്നതാണ്. എന്താണ് സംഭവിച്ചത് എന്ന് അമേരിക്ക തുറന്നു പറയുന്നില്ലെങ്കിലും അമേരിക്കയുടെ അഭിമാനമായ USS ജെറാർഡ് ആർ ഫോർഡ് യുദ്ധ കപ്പലിലുണ്ടായ തീപിടുത്തം, അതോടൊപ്പം തന്നെ പ്ലംബിംഗ് തകരാറുകൾ, USS എബ്രഹാം ലിങ്കൺ, ജെറാർഡ് ആർ ഫോർഡ് എന്നീ 2 വിമാനവാഹിനി കപ്പലുകൾ ഇറാനിയൻ മിസൈലുകളുടെ പരിധിയിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നത്, അൽ ഉദൈദ്, പ്രിൻസ് സുൽത്താൻ എന്നീ വ്യോമതാവളങ്ങളിൽ നിന്ന് ഇറാന്റെ വെടിവെപ്പിനിടയിൽ ടാങ്കർ വിമാനങ്ങൾ ഒഴിപ്പിച്ചത്, 5 യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടത് അമേരിക്കയുടെ യഥാർത്ഥ നഷ്ടം മറച്ചുവെക്കാൻ കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ന് ടെഹ്റാൻ ആരോപിക്കുന്ന ഫ്രണ്ട്ലി ഫയർ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇതിൽ പെടുന്നുണ്ട്. മേഖലയിൽ അമേരിക്കൻ താവളങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ പെന്റഗൺ പരസ്യമായി അംഗീകരിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ് എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. ഇതൊക്കെ നന്നാക്കാൻ കുറഞ്ഞത് വർഷങ്ങളും $5 ബില്യൺ വരെയും ചെലവാക്കാം എന്നാണ് ഏപ്രിലിൽ NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 28 മുതൽ അമേരിക്കയുടെ 15 സൈനികരെങ്കിലും കൊല്ലപ്പെടുകയും 520-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ യഥാർത്ഥ നഷ്ടം മറച്ചുവെക്കാൻ പെന്റഗൺ ആളപായ പട്ടികയിൽ കൃത്രിമം കാണിച്ചു എന്നുമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുറഞ്ഞത് 48 മുതിർന്ന ഇറാനിയൻ മത രാഷ്ട്രീയ പ്രതിരോധ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ഇറാന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ഒരേ ഇറാനിയൻ പ്രതിരോധ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത 7 പ്രതിരോധ മന്ത്രാലയം, IRGC ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളുണ്ട്. ആയത്തുള്ള അലി ഖംനി, പരമോന്നത നേതാവ്, ഇറാനിയൻ ഡിഫൻസ് കൗൺസിൽ സെക്രട്ടറി അലി ഷംഖാനി, IRGC കമാൻഡർ ഇൻ ചീഫ് മുഹമ്മദ് പക്പൂർ, ഇറാനിയൻ സായുധ സേന ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് അബ്ദുൽ റഹീം മഈസി, പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദെ, പരമോന്നത നേതാവിന്റെ മിലിറ്ററി ഓഫീസ് മേധാവി മുഹമ്മദ് ഷിറാസി, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി, ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ്, നിരവധി ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബത്തോടൊപ്പം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഖമേനിയുടെ മകൾ, മരുമകൾ, കൊച്ചുമക്കൾ എന്നിവർ പരമോന്നത നേതാവിനൊപ്പം കൊല്ലപ്പെട്ട ഒന്നാണ്. മുൻ വിദേശകാര്യമന്ത്രി കമാൽ കരാസി, IRGC ബജറ്റ് വിഭാഗ മേധാവി ജംഷീദ് എസ് ഗാഹി എന്നിവർ ഉൾപ്പെടെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങളിൽ കുടുംബസമേതം കൊല്ലപ്പെട്ട ആളുകളാണ്. അമേരിക്കയുടെ ഇറാന്റെ കണക്കുകൾ പ്രകാരം യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാനിൽ 3500-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 26,500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പകുതിയോളം പേരും സാധാരണക്കാരാണ് എന്നതാണ്. ഇനി ഇപ്പോൾ അവശേഷിക്കുന്നത്, നമ്മൾ ഈ വിശകലനം അവസാനിക്കുമ്പോൾ അവശേഷിക്കുന്നത് ഹോർമുസ് എന്താകും എന്നത് അതിന്റെ ചർച്ചകൾ മാത്രമാണ്. സമുദ്രമാർഗമുള്ള ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 1/3 LNGയുടെ 5/1 കടന്നു പോകുന്ന സുപ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്ക് യുദ്ധം തുടങ്ങിയത് മുതൽ അടച്ചിട്ടിരിക്കുകയാണ്. മാർച്ച് 4-ന് ഇറാൻ ഈ ഉപരോധം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ്. 34 കിലോമീറ്റർ വീതിയുള്ള കടലിടുക്കിലൂടെ ഏത് കപ്പലുകൾ കടന്നു പോകണമെന്ന് തങ്ങൾ മാത്രം തീരുമാനിക്കുമെന്നാണ് IRGC പ്രഖ്യാപിക്കുന്നത്. ഇതോടെ മാർച്ച് അവസാനത്തോടെ ടോൾ അടക്കാൻ തയ്യാറുള്ള നിഷ്പക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള അനുമതി നൽകിയെങ്കിലും അമേരിക്ക ഈ കടലിടുക്കിൽ അമേരിക്കയുടേതായിട്ടുള്ള മറ്റൊരു ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇത് വീണ്ടും അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ടായി. പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള ട്രംപിന്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുകയാണ്. അതിന് വലിയ പിന്തുണ ലോകത്ത് നിന്ന് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഇങ്ങനെയൊക്കെ വളരെ വലിയ പ്രശ്നങ്ങളിൽ ഇപ്പോൾ അമേരിക്കയും
ഇറാനും തമ്മിലുള്ള യുദ്ധം ഒരു 2 മാസം പിന്നിടുമ്പോൾ നിൽക്കുകയാണ്. ഏതായിരുന്നാലും ഇനി ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക എന്നാണ്. ഇനിയും ഒരുപാട് അണിയറയിൽ നീക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്ക പുതിയ ആക്രമണത്തിന് തയ്യാറാകുന്നു എന്ന വാർത്തകൾ വരുന്നു. അതല്ല, ഒരു സമാധാന ചർച്ച എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ഈ യുദ്ധത്തിൽ നിന്ന് തടിയുരുവാനുള്ള പദ്ധതി അമേരിക്ക തയ്യാറാക്കുന്നു എന്നത് സംബന്ധിച്ചുമുള്ള വാർത്തകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം.